നമസ്കാരം. കേരളത്തിൽ വീണ്ടും ഇടതുപക്ഷ അധികാരത്തിലേക്ക് വരുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും അതുപോലെ തന്നെ മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന മണിശങ്കർ അയ്യർ പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം ഇന്നലെ സംസ്ഥാന സർക്കാർ നടത്തിയ പ്ലാനിംഗ് ബോർഡിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു. വേദിയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉണ്ടായിരുന്ന സമയത്താണ് അദ്ദേഹം ആ ഒരു പരാമർശം നടത്തിയത്. അപ്പോൾ ഈ ഒരു പരാമർശത്തിലൂടെ കേരളത്തിലെ കോൺഗ്രസിനെ വലിയ തരത്തിൽ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ് മണിശങ്കർ അയ്യർ എന്നതിൽ യാതൊരു സംശയവുമില്ല. കേരളമാണ് നമ്പർ 1 എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. The only state of India in which progress has been made in the Gandhiji's direction is the Marxist-Leninist Party of India. So in the presence of the Chief Minister, who I'm sure will be the next Chief Minister. അദ്ദേഹം പറഞ്ഞത് കേട്ടോ, കേരളമാണ് ഗാന്ധിയൻ ആദർശങ്ങളെല്ലാം നടപ്പിലാക്കുന്ന ഒരേ ഒരു സ്റ്റേറ്റ് എന്നാണ്. അപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ തന്നെ വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുമെന്ന് ഉള്ള ഒരു കാര്യമാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും മണിശങ്കർ അയ്യർ ഇന്നലെ പ്ലാനിംഗ് ബോർഡിന്റെ ആ യോഗത്തിൽ പറഞ്ഞത്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞതിന് ശേഷം കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും അതിൽ പ്രതികരിച്ചത്, മണിശങ്കർ അയ്യർ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞതാണ്, പിന്നെ ആ പരിപാടിക്ക് ക്ഷണിച്ചത് കൊണ്ട് മാത്രം സർക്കാരിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി വെറുതെ പറഞ്ഞതാണെന്നാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞത്. പ്രധാനമായും ചെന്നിത്തല ഉൾപ്പെടെ പറഞ്ഞത് മണിശങ്കർ അയ്യറിന് ഇന്ന് ഇപ്പോൾ കോൺഗ്രസുമായി യാതൊരു ബന്ധവുമില്ല, അദ്ദേഹം കോൺഗ്രസിന് പുറത്താണ് നിലവിലുള്ളത്, അദ്ദേഹം പറഞ്ഞ ഈ അഭിപ്രായം മാനിക്കേണ്ട കാര്യമില്ല എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരുൾപ്പെടെ അതിൽ പ്രതികരിച്ചിട്ടുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. മണിശങ്കർ അയ്യർ ഇന്നലെ ആ പരിപാടി പങ്കെടുത്തപ്പോൾ പറഞ്ഞിരുന്നു, ഇത് സംസ്ഥാനത്തിന്റെ അടുത്ത 5 വർഷക്കാലത്തേക്കുള്ള വികസന രേഖ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അതിൽ വരെ എന്റെ പാർട്ടിക്കാർ പങ്കെടുക്കാത്തതിൽ അദ്ദേഹത്തിന് ഒരു ദുഃഖം അദ്ദേഹം ആ പരിപാടിയിൽ തന്നെ രേഖപ്പെടുത്തുകയുണ്ടായി. പ്ലാനിംഗ് ബോർഡിന്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് ആവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല റോമില താപ്പർക്കും അമർത്യ സെന്നും ഉൾപ്പെടെ തുറന്ന കത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ആഹ്വാനം ചെയ്തു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ മണിശങ്കർ അയ്യർ ഒന്നുകൂടെ കൂട്ടിച്ചേർക്കുന്നത്, ഇന്ന് കേരളമാണ് ഇന്ത്യയിൽ നമ്പർ 1, വികസനത്തിന്റെ പേരിൽ നമ്പർ 1 എന്നുള്ള ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതേ സ്ഥാനത്ത് ഗുജറാത്ത് 30ാം സ്ഥാനത്തെന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ 1ാമത് കേരളവും 2ാമത് തമിഴ്നാടും 3ാമത് തെലങ്കാനയും എന്നാണ് അദ്ദേഹം ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ഗുജറാത്തിന് 30 സ്ഥാനം മാത്രമേ കൊടുക്കാൻ കഴിയൂ. അമർത്യ സെന്നും റോമില താപ്പറും പോലെയുള്ള ആളുകൾ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ സർക്കാർ പരിപാടികൾക്ക് വിളിച്ചാൽ പോകാത്ത സ്ഥിതിയാണുള്ളത്. എന്നാൽ അവർ ഒരു മടിയും കൂടാതെ തന്നെ കേരളത്തിലെ പരിപാടിക്ക് എത്തുന്ന സ്ഥിതിയാണ് ഉള്ളതെന്നും കൂടെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് കോൺഗ്രസിനെ വലിയ തരത്തിൽ തന്നെ ബാധിക്കാനിടയുണ്ട്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്നു അദ്ദേഹം, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു പരാമർശം കേരളത്തിലെ UDFനെ അതുപോലെ തന്നെ കോൺഗ്രസിനെ വലിയ തരത്തിൽ തന്നെ പ്രതിരോധത്തിലാക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം എനിക്ക് തോന്നുന്നു BJPക്കെതിരായ ഒരു ബദൽ രാഷ്ട്രീയം ഉയർത്താൻ കേരളത്തിൽ നിന്ന് ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയൂ എന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം. അദ്ദേഹം കോൺഗ്രസിനെ പറ്റി പറയുന്നത്, കോൺഗ്രസിൽ ഭിന്നസ്വരമാണുള്ളത്, അവർക്ക് ഒത്തൊരുമയില്ല, അപ്പോൾ അവർക്ക് ഭരണം കിട്ടാനുള്ള സാധ്യത കുറവാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കാരണം കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും ഒരു ഒത്തൊരുമയില്ലാത്ത തരത്തിലാണ് ഇപ്പോൾ നിലവിൽ പ്രവർത്തന രംഗത്തുള്ളത്. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലുള്ള ജാഥ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഈ ഒരു ഒത്തൊരുമയില്ലായ്മ കോൺഗ്രസിനെ കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ എത്തുന്നതിൽ നിന്ന് തടയുമെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും അതുപോലെ മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന മണിശങ്കർ അയ്യർ ഇന്നലെ കൂട്ടിച്ചേർത്തത്. CPM നേതാക്കന്മാരോട് ഒരുമിച്ച് അദ്ദേഹം ഉച്ചയ്ക്ക് ഒരു വാർത്താ സമ്മേളനം നടത്താൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ പരാമർശം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു വെല്ലുവിളി തന്നെയാണ് നിലവിൽ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇതിനെ എങ്ങനെ കോൺഗ്രസ് നേതൃത്വം പ്രതിരോധിക്കുമെന്നുള്ളത് വരും മണിക്കൂറുകൾ തന്നെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും.